ഉണ്ടോ? ഇല്ല. കാരണം എന്താ? മുമ്പക്കാവുന്നില്ല. നമ്മളെന്താ വെറും പടിഞ്ഞാറ് നോക്കിയാൽ അങ്ങോട്ട് നോക്കിയിട്ടായിരിക്കണം. വെളുത്തതാ സുന്ദരം, ഇടട്ട പൗഡർ മുഖത്തുനിന്ന് ചിന്ത ഉണ്ടാവട്ടെ. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ട് പൗഡർ വെളുത്തതാ? ഇതൊക്കെ ചിന്തിച്ചാൽ തന്നെ നമ്മൾ കുറെ ബുദ്ധി തലയിലുണ്ടാവും. കേൾക്കുന്നുണ്ടല്ലോ പറഞ്ഞ ആ ബുദ്ധി ഒന്ന് വികസിക്കട്ടെ. നമ്മളെ പരീക്ഷിക്കുകയും നമ്മളെ ഞെക്കി പഴുപ്പിക്കുകയും ചെയ്യുന്നവര് ഈ ബുദ്ധിയെ ഉണ്ടാക്കിയിട്ട് ശക്തി. ഇനി എന്താ ശക്തി എന്ന് പറഞ്ഞാൽ? ശക്തി എന്നൊക്കെ ഇവിടെ പറയുമ്പോ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, കോഴിക്കോട്ടുകാരോട് പറഞ്ഞാൽ അവര് ജിംനേഷ്യത്തിലൊക്കെ പോയി ടെമ്പിൾസ് ഒക്കെ ഒന്ന് എടുത്തടിച്ച് വിങ്സ് ഒക്കെ അങ്ങനെ പുറത്തേക്ക് ചാടിച്ച് ഇപ്പൊ നടക്കുന്നുണ്ടാ തന്നെ പാണ്ടിലോറിന്റെ ഉള്ളിൽ തവള മസിൽ വിളിച്ചാൽ ശ്വാസം വിടൂലാണല്ലോ, പേടിപ്പിച്ചവൻ പോണ വഴിയോട്ട് കാണൂല. ഇതിനെയല്ല ശക്തി എന്ന് വിളിക്കുക. പിന്നെയോ മനക്കരുത്തുണ്ടാവട്ടെ. ഈ ലോകത്തെ കയ്യിലെടുത്ത് അമ്മാനമാടിയവരൊക്കെ പെൻസിൽ മാർക്ക് പോലുള്ളവരായിരുന്നു. ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇത് പിടികിട്ടും. ആ എന്താ പറയാ കരുത്ത്, ആ ഉൾക്കരുത്ത്, ആ മനസ്സിന്റെ കരുത്ത്, ജീവിതത്തിലെ പ്രതിസന്ധി വരുമ്പോ പതറി പോകാതിരിക്കാനുള്ള ആ കരുത്ത് നമുക്കുണ്ടാവും. ഉത്സാഹം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. പരാക്രമം എന്ന് കേൾക്കുമ്പോൾ നമ്മളെ വിചാരം എന്താ പറയുക? ആരാന്റെ നെഞ്ചത്തേക്ക് പോയി കയറുക എന്നാണ്. അല്ല പരാക്രമം. പണ്ടൊക്കെ നമ്മളെ കല്യാണം നടക്കുന്ന സമയത്ത്, ഇപ്പത്തെ കല്യാണം ഇല്ല കേട്ടോ, ഇപ്പൊ ബുഫെ എന്തിനു പറയാ, ഏതെങ്കിലും ഒരുത്തനെ കൊണ്ടുവന്നാണ് കൊടുക്കുക. നിങ്ങളെ ആരും വേണ്ട, അയൽവാസികൾ ആരും വേണ്ട, നമ്മൾ ഇവിടെ ഉണ്ട്, അതിലൊരു അഹങ്കാരം കൂടി ഉണ്ടാവും, നമ്മൾ കൊടുക്കും. ഇതൊക്കെ ശരിയോ തെറ്റോ? പണ്ടൊരു വീട്ടിൽ കല്യാണം അയലോക്കാരനൊക്കെ ഓടിക്കൂടും. ശരിയോ തെറ്റോ? അവിടെ ഒരു സദസ്സും ചർച്ചയും ഒരു വല്ലാത്തൊരു ബഹളം, ആ ഹൃദയം പങ്കുവെക്കലും, തേങ്ങ ചിരകണ ഒരു സ്ഥലത്ത്, മറ്റേ മുറിക്കണ ഒരു സ്ഥലത്ത്, അത് കഴിഞ്ഞിട്ട് ഇത് ബഹളമയായിരിക്കും അവിടെ. ശരിയോ തെറ്റോ? ഒരു ഹൃദയം പങ്കുവെക്കൽ ഉണ്ടായിരുന്നു അതിർത്തിക്കപ്പുറത്തേക്ക്. ഇപ്പൊ നമ്മൾ മതില് കെട്ടി, പക്ഷെ പാലടാൻ മറന്നുപോയി. ഇവിടുന്ന് ഗൾഫിക്കുള്ള ദൂരം വെറും 2 സെക്കൻഡ്. എനിക്ക് ഇവനെ വിളിക്കണമെങ്കിൽ, നാസറിനെ വിളിക്കണമെങ്കിൽ 2 സെക്കൻഡ് മതി. പക്ഷെ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം വല്ലാതെ കൂടിപ്പോയി. ഒരു വീട്ടിൽ തന്നെയുള്ള അച്ഛനും മോനും തമ്മിൽ വല്ലാത്ത അകലം. കുറച്ച് ദിവസം മുന്നേ ഇത് സംഭവിച്ചു. ഇതൊന്നും പറയുമ്പോ ഭംഗി വാക്ക് പറയല്ല ഞാൻ. 1 മാസം മുന്നേ ഇവിടുത്തെ പ്രശസ്തമായ ഒരു സ്കൂളിലെ ലാബിൽ നിന്ന്, സയൻസ് ലാബിൽ നിന്ന് വിഷമെടുത്ത് കഴിച്ച്, എന്താ കഴിച്ചറിയില്ല, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന ഒരു കുട്ടിയെ കക്കയത്തുകാരനായ അച്ഛനും അമ്മയും കൂടി നേരെ കൊണ്ടുവന്നത് എൻ്റെ അടുത്തേക്ക്. ആ സുഹൃത്തും കൂടി ഒരു ചുവന്ന ആൾട്ടോ കാറിൽ അവർ വന്നു നിന്നു. സ്കൂളിന്റെ ഒരു മുറിയിൽ ഇരുത്തിയിട്ടാണ് ഞാൻ അവരോട് സംസാരിച്ചത്. 3 മണിക്കൂറിലധികം സംസാരിക്കേണ്ടി വന്നു അവരോട് എനിക്ക്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എയർപോർട്ട് സ്കൂളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് പങ്കെടുക്കുകയും വേണം. ഇവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സ്ഥിതി അറിയോ? ഈ കുട്ടികൾ വിചാരിക്കും പൊട്ടനാന്ന്. അല്ല, സയൻസ് ഗ്രൂപ്പാണ് എടുത്തത്. ഇവൻ എന്താ ചെയ്തതെന്നറിയോ? അച്ഛനൊന്ന് കൊടുത്തു അത്ര. ഇവനെ അച്ഛന്റെ കരണക്കുട്ടിക്ക് നോക്കി ഇവനും ഒന്ന് കൊടുത്തു അത്ര. എങ്ങനെയുണ്ട് മോൻ അങ്ങനെ ചെയ്യാൻ കാരണമുണ്ട്. അച്ഛനും അമ്മയും തമ്മിൽ സ്വരച്ചേർച്ചല്ല. ഒരേ വീട്ടിൽ ഇവരെല്ലാം ഓരോ കമ്പാർട്ട്മെന്റിലാണ് കിടക്കുന്നത്. സംസാരിച്ചു. ആദ്യം അമ്മേനെ വിളിച്ച് സംസാരിച്ചു, അത് കഴിഞ്ഞ് അച്ഛനെ വിളിച്ച് സംസാരിച്ചു, അത് കഴിഞ്ഞ് കുട്ടീനെ വിളിച്ച് സംസാരിച്ചു. പിന്നെ 3 ആളെയും കൂട്ടിയിരുത്തി സംസാരിച്ച് വൈൻഡപ്പ് ഇങ്ങോട്ട് ചെയ്തപ്പം അച്ഛനും മോനും കൂടി എഴുന്നേറ്റു. ഒരു വെള്ളം ഇതിൽ ഞാൻ കലർത്തിയിട്ടില്ല. അച്ഛനും മോനും എഴുന്നേറ്റിട്ട് പരസ്പരം അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. നിങ്ങൾ എനിക്ക്, അല്ലെങ്കിൽ ഈ ലോകത്ത് ആരെനിക്ക് റിവാർഡ് തന്നാലും അതിലപ്പുറത്തെ റിവാർഡാണ്. കേൾക്കണ്ട പറയണ ആ കുടുംബം ഒന്നിച്ച് കൂടിച്ചേർന്ന് തിരിഞ്ഞു നടക്കുമ്പോ, സ്നേഹത്തിന്റെ തന്ത്രികൾ മീട്ടപ്പെടുമ്പോ ഉള്ളിലുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഈ അമ്മ എന്നോട് വിറയാർന്ന, ഇത് കണ്ടിട്ട് സന്തോഷിച്ചിട്ട് വിറയാർന്ന കൈകളാലെ ഈ അമ്മ പറഞ്ഞു, സന്തോഷായി സാർ, ഇവരിഞ്ഞ് തെറ്റിയാലും വിരോധമില്ല, ഒന്ന് കെട്ടിപ്പിടിച്ചല്ലോ ഒരു എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞ കവർ എടുത്ത് എൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് നീട്ടിയൊരു. എന്താണെന്നറിയോ? പൈസ. ഞാൻ പറഞ്ഞു, ഇതുകൊണ്ട് അന്നം കഴിക്കേണ്ട ബാധ്യത എനിക്കില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവരോട് ഞാൻ പറഞ്ഞു, ഒരു കൈ സഹായിക്കണം, അതിനാണ് സമൂഹം. നിങ്ങളോ ഇവിടെ ആരോ വിളിച്ചാൽ നമ്മളാലാവണം, പക്ഷെ അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, ഒരാളോടും പബ്ലിക് ആക്കരുത്. ഇന്നിപ്പോ കാറ് പോരുമ്പോ ഇപ്പൊ ഞാൻ നടന്ന സംഭവത്തെ അവരോട് പറഞ്ഞു, പബ്ലിക് ആക്കാനല്ല, അതിൽ ഇടപെട്ടുകൊണ്ട് നമ്മൾ അത് പരിഹരിക്കാനുള്ള വഴിയാണ് നമ്മൾ നോക്കുന്നത്. ആ കുടുംബത്തിന് പോറലില്ലാത്ത രീതിയിൽ അതിനെ എന്താ പറയാ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം. കേൾക്കുണ്ടോ പറഞ്ഞത്? ഇറങ്ങുമ്പോൾ അവരെന്നോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഒരു ചായ കുടിക്കാനെന്നെങ്കിലും ഞങ്ങളെപ്പം വരണം. ഞാൻ പറഞ്ഞു, സമയമില്ല, കാരണം എനിക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ടതുണ്ട്, നിങ്ങൾ എന്നോട് ക്ഷമിക്കുകയായിരുന്നു. അവസാനം അവർ പറഞ്ഞ വാക്കെന്താ അറിയോ? ചർച്ചിൽ. അവർ പറഞ്ഞ വാക്കാ, ക്രിസ്ത്യാനികളാണ് അവർ. ചർച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കൂ കേട്ടോ എന്ന് പറഞ്ഞു. മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് ആ ഹൃദയ തന്ത്രികൾ ഒന്നുകൂടി മീട്ടപ്പെടട്ടെ. എല്ലാ തരത്തിലുള്ള ഹീലിങ്ങുകളും അവിടെ ഉണ്ടാവട്ടെ. അണ്ടിയാണോ മൂത്തത്, മാങ്ങയാണോ മൂത്തത് എന്ന് നോക്കേണ്ട കാര്യമില്ല. ഹൃദയ തന്ത്രികൾ മീട്ടപ്പെട്ട് കരുത്തോടുകൂടി ഈ ഓസ്കാർ ക്ലബ്ബ് കുറച്ചുകൂടി സംസ്കരിക്കപ്പെട്ട്, നമുക്ക് എന്തെങ്കിലും ബലഹീനത വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊന്നും എന്താ പറയുക നമ്മൾ ചിന്തിക്കണ്ട. നമ്മളെ ഉൾക്കരുത്ത് ചോർന്നു പോയതും ദിശാബോധം തെറ്റിപ്പോയതിനും പരിഹരിച്ച്
ഈ നാടിന്റെ നന്മയുടെ കാവലാളായിട്ട് നിങ്ങൾ നിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് ഈ ഭാഷണം സഹായകമായെങ്കിൽ ഇക്കിളികളെ ആട്ടി ഓടിക്കാം. നമുക്ക് എല്ലാ ബലഹീനതകളും ഇവിടെ പെയ്തൊഴിയട്ടെ. കരുത്തിന്റെ ദർശനത്തിൽ നമുക്ക് എഴുന്നേറ്റ് ഇവിടെ നിന്ന് പുറത്തേക്ക് നടക്കാം. അതിന് ഈ വേദി കാരണമാവട്ടെ, അതിന് നന്ദിയാവട്ടെ ഈ വേദി എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും നന്മ ഇന്നത്തെ ഭാഷണത്തിൽ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അത് അവന്റെ മഹിമ. എന്തെങ്കിലും അബദ്ധം സംഭവിച്ചുവെങ്കിൽ അത് ഈ ഉപകരണത്തിന്റെ കുഴപ്പം. സദയം ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ചിരുന്ന പ്രൗഢഗംഭീരമായ ഈ സദസ്സിനെ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി പറയാൻ വേണ്ടി നാസറിനെ ക്ഷണിച്ചു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ നേതാക്കന്മാർക്കും എൻ്റെ അധ്യാപകനുമായ മുഖ്യപ്രഭാഷണം നടത്തിയ പ്രമോദ് മാഷ് അവർകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു.